ഹൈ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കുറച്ച് ലീവ്സ് ആണ്. ആദ്യം നോക്കുന്നത്. ലീവ്സിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം ആദ്യം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നോർമൽ ലീഫ് നമ്മൾ വരയ്ക്കുമ്പോൾ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഷേപ്പ് വരച്ചെടുക്കുക. അതായത് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് കണ്ടോ, ഇങ്ങനെ മുകളിലേക്കൊരു കേവ്, അത് കഴിഞ്ഞ് താഴേക്കൊരു കേവ്, ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഒരേപോലെ കേവ് വരച്ചെടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഒരു കേവും കൊടുക്കുക. ഇതാണ് സിമ്പിളായിട്ടുള്ള ലീഫ്. മുകളിലേക്ക് ചെയ്ത പോലെ തന്നെ താഴേക്കും കേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇതിനെ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ചെയ്യും നോക്കാം. അപ്പോൾ ഇത് സിംഗിൾ ആയിട്ടല്ലേ, അപ്പോൾ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരു സൈഡിലേക്കായിട്ട് ആദ്യം ഒരെണ്ണം ചെയ്യും. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലേക്കായിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കും. ദെൻ ഈ സെൻറ്ററിൽ നമ്മൾ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരെണ്ണം ഇതുപോലെ ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ചാകുമ്പം ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഒക്കെ സെൻറ്ററിൽ ഇതാ ഇതുപോലെ കേവ്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഒരെണ്ണം ഇതുപോലെ ഒരു സൈഡിലേക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അടുത്തത് ഒരെണ്ണം ഏകദേശം ഒരു സൈസിലാക്കിയിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് സെൻറ്ററിലുള്ള ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരെണ്ണം കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ കേവ്സ് കൊടുക്കാം. ഇത് നമ്മൾ ഡിസൈനിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ടർ പോർഷനൊക്കെ തിക്ക് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നില്ല, അപ്പോൾ വരയ്ക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്താൽ മതി. ഇത് നമ്മൾ ഡിസൈനിലേക്ക് കയറുമ്പോൾ ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതുപോലെ ഔട്ടർ പോർഷനൊക്കെ തിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് തീരെ വരയ്ക്കാൻ അറിയാത്തവർ മാത്രം ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് കാണിച്ചു തരാം. ഇതുപോലെ ലൈന് കൊടുക്കുക. ഡോട്ടഡ് ലൈൻ ആയാലും മതി കേട്ടോ. അതുപോലെ ഒരു ലൈന് കൊടുത്തിട്ട് നമ്മൾ താഴേക്ക് കൊടുക്കുന്ന ഏരോൻ്റെ അതേപോലെ ഇവിടെ ഇങ്ങനെ ഒരു കോൺ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ വരച്ച ലീഫ് ഉണ്ടല്ലോ, ഇത് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വരച്ചു കൊടുക്കുക. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് സെൻറ്ററിലായില്ല. ഇത് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് തിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ ഇതിനെ സെൻറ്റർ ആക്കിയിട്ട് അടുത്തതും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ തീരെ ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ നോർമൽ നേരത്തെ കാണിച്ച മെത്തേഡിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലീഫ് വന്നിട്ടുള്ളത്. സെക്കൻഡ് ലീഫ് ഇതുപോലെ തന്നെ ലീഫിന്റെ ഷേപ്പ് വരയ്ക്കാം. ഇതിന് തൊട്ടടുത്ത് വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ലീഫിന്റെ ഷേപ്പ് വരയ്ക്കുക. ദെൻ സെൻറ്ററിൽ കുറച്ച് മുകളിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതുപോലെ വരയ്ക്കാം. ഇതിൽ വേണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കേവ്സ് ചെയ്ത് കൊടുക്കുക. അതല്ല ഇത് മൊത്തത്തിൽ ഫില്ലിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രഷറിങ് കൊടുത്തിട്ട് ഇതുപോലെ ഫില്ലിങ് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് പ്രഷറിങ് കൊടുത്താലേ കാണാൻ ഭംഗി കിട്ടുള്ളൂ കേട്ടോ. ഒന്നുകൂടെ കാണിക്കാം. ആദ്യം ഒരു ലീഫ് വരയ്ക്കുക. അതിൻ്റെ തൊട്ടടുത്ത് ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആദ്യം ചെയ്തതിൽ ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അതേപോലെ ഗ്യാപ്പ് കൊടുത്തിട്ട് ഒരെണ്ണം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പ്രഷറിങ് കൊടുത്തിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലുള്ളതോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെൻറ്ററിലുള്ളതോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് ലീഫ് വരുന്നത്. ദെൻ തേർഡ് ലീഫ് നോക്കാം. തേർഡ് ലീഫ് നമ്മൾ എന്താണ്
കുറച്ചൊരു പ്രഷറിങ് കൊടുത്തിട്ടുള്ള ഒരു ലീഫാണ്. അതായത് ആദ്യം ഒരു ചെറിയൊരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ ഡോട്ട് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രഷറിങ് കൊടുത്തിട്ട് ഒരു ഡോട്ട് ചെയ്യുക. കണ്ടോ, ഡോട്ട് ഇങ്ങനെ വലുതായി വന്നു. വലുതായി വന്നതിന് ശേഷം ഈ ഡോട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, വലിച്ചു കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ കാണിക്കാം. സ്ലാൻഡിങ് ലൈൻ, നല്ല പ്രഷറിങ് കൊടുത്തിട്ടുള്ള ഡോട്ട്, ദെൻ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. സ്ലാൻഡിങ് ലൈൻ, നല്ല പ്രഷറിങ് കൊടുത്തിട്ട് ഒരു ഡോട്ട് ആക്കുക. ആ ഡോട്ടിനെ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. സ്ലാൻഡിങ് ലൈൻ, നല്ല പ്രഷറിങ് കൊടുത്തിട്ട് ഒരു ഡോട്ട്, then അതിനെ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ലീഫ് ആക്കിയിട്ട് എടുക്കാം. സ്ലാൻഡിങ് ലൈൻ, നല്ല പ്രഷറിങ് കൊടുത്തിട്ട് ഒരു ലീഫ് വലിച്ചു കൊടുക്കുക. ഓക്കെ, അത് കാണിക്കാം. സ്ലാൻഡിങ് ലൈൻ, നല്ല പ്രഷറിങ് കൊടുത്തിട്ട് ഒരു ലീഫ് വലിച്ചു കൊടുക്കുക. ഇത് തന്നെ നമ്മൾ വളരെ കുഞ്ഞിതായിട്ടും ചെയ്യും. അപ്പം വളരെ കുഞ്ഞ് സ്ലാൻഡിങ് ലൈൻ, ഡോട്ട് വലിക്കുക. അപ്പൊ ഡോട്ട് സൈസ് കുറച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ വരയ്ക്കുന്ന ഡിസൈൻ അനുസരിച്ചിട്ട് ചെറുതും വലുതൊക്കെ ആയിരിക്കും ലീഫ് ഉണ്ടാവുക. അപ്പൊ ഇതുപോലെ കുഞ്ഞിതാക്കി ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുഞ്ഞ് ഡോട്ട് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ കുഞ്ഞ് ലീഫായിട്ടാണ് കിട്ടുക. ഓക്കെ, സെയിം തന്നെയാണ്. പ്രഷറിങ് കൊടുക്കുന്നതിലുള്ള വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ ഇത് നല്ലോണം പ്രഷറിങ് കൊടുത്താൽ മാത്രമേ ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അത് ക്ലിയർ ആവൂല. ഇത് നമുക്ക് അതേപോലെ തന്നെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ഒരുമിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ആദ്യം ഒരു സൈഡിലേക്ക് അതുപോലെ സ്ലാൻഡിങ് ലൈൻ പ്രഷറിങ് കൊടുത്തു, ദെൻ ഒരു സൈഡിലേക്ക് വലിച്ചു കൊടുത്തു. ദെൻ അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്കും അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക, വലിച്ചു കൊടുക്കുക. ദെൻ സെന്ററിൽ കുറച്ച് ഹൈറ്റില്. ഓക്കെ, അപ്പൊ ഇതുപോലെ കിട്ടും. ഇനിയിപ്പോ ആദ്യം സെന്ററിലുള്ളത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആദ്യം ഇതേപോലെ സെന്ററിൽ ഒരു ലൈൻ കൊടുത്തിട്ട് ഡോട്ട്, അതിനെ ജസ്റ്റ് വലിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഇവിടെ ഇതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ചെയ്തു കൊടുക്കുക. എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. സെന്ററിലുള്ളത് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ ചെയ്യാം. ദെൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഡോട്ട് ഇട്ടിട്ട് വലിക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഡോട്ട് ഇട്ടിട്ട് വലിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, ആദ്യം സൈഡിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ സെന്ററിലുള്ളത് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇത് കുഞ്ഞിതാക്കി ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും, വളരെ കുഞ്ഞിതാക്കി ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ പ്രഷറിങ് ആയിരിക്കും കൊടുക്കുക. വേണ്ട, സെയിം തന്നെ അതിന്റെ ചെറിയ വേർഷനാണ്. അപ്പം നമ്മൾ ഡിസൈൻ ചെറുതാക്കിയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറുതാക്കി വരച്ചു കൊടുത്താൽ മതി. വലുതാക്കി ചെയ്യുമ്പോൾ നമ്മൾ പ്രഷറിങ് കൂടുതൽ കൊടുത്തിട്ട് വലിയതാക്കിയിട്ടും വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ലീഫുകളാണ് ഇപ്പൊ നോക്കിയിട്ടുള്ളത്. ലീഫിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് എന്താണ് ഹെന്ന ഡിസൈനിങ്ങിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ലീവ്സ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈൻസ് ആണ്. വൈൻസ് എന്ന് പറയുമ്പോൾ വള്ളികളായിട്ട് വരുന്ന ഡിസൈൻസ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ലൈന് ചെയ്ത് കൊടുക്കുക. ലൈന് ചെയ്യുന്ന മെത്തേഡ് മറന്നിട്ടില്ലല്ലോ. ഇതുപോലെ പ്രഷറിങ് കൊടുത്തിട്ട് എത്ര ലെങ്ത്തിലാണോ വേണ്ടത് ആ ഒരു ലെങ്ത്തിൽ ലൈന് പൊക്കി പിടിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നമ്മൾ ലീഫാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പൊ ചെയ്തിട്ടുള്ള ലീഫിലുള്ള ഈ പ്രഷറിങ് കൊടുത്തിട്ടുള്ള ലീഫ് ഇതുപോലെ കണ്ടോ, ഡോട്ട് ഇടുക, പിന്നെ വലിച്ചു കൊടുക്കുക. ഇതുപോലെ ചെരിച്ച് ചെരിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോട്ട് ഇടുക, വലിക്കുക, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക, സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. ഇതിങ്ങനെ നമ്മൾ എൻഡ് വരെ ചെയ്തു കൊടുക്കുക. ഏകദേശം ഒരേ സൈസിലായിട്ട് ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെയ്തു പോവാം. സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കുക. താഴത്തെ സൈഡിലും അതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കാം. സ്ലാൻഡിങ് ലൈൻ, ഡോട്ട്, വലിക്കാം.
സ്ലാൻഡിങ് ലൈൻ ഡോട്ട് വലിക്കുക. ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്, സെൻറ്ററിൽ വേണം ഒരെണ്ണം കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇതുപോലെ ചെയ്യരുത് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം, നിങ്ങൾ ചെയ്യേണ്ട. ഇതുപോലെ ലൈന് കൊടുത്തിട്ട് ഇങ്ങനെ കുത്തനെ, പലരും ചെയ്യുന്നതാണ് ഇങ്ങനെ കുത്തനെ ചെയ്ത് കൊടുക്കും. ലൈന് ഡോട്ട് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരിക്കും കണ്ടോ. അതിൻ്റെ ഒരു ഇത് ഭംഗിയില്ലല്ലോ വെയിൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇത് തെറ്റാണ്. എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് ലൈൻ കൊടുത്തിട്ട് കുത്തനെ ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അത് ചെയ്യുമ്പോൾ ഇതുപോലെ സ്ലാൻഡിങ് ലൈനാണ് കൊടുക്കേണ്ടത്. സ്ലാൻഡിങ് ലൈൻ രണ്ട് സൈഡിലേക്കും സ്ലാൻഡിങ് ലൈന് ഡോട്ട് ദെൻ വലിക്കുക. സ്ലാൻഡിങ് ലൈൻ ഡോട്ട് വലിക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് വെയിൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. അത് എപ്പോഴും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന പോർഷൻ ഏതാണോ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വെയിൻസ് നോക്കാം. ഫസ്റ്റ് വണ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ ലൈൻ അപ്ലൈ ചെയ്യുക. എത്ര ലെങ്ത്തിലാണോ നമുക്ക് വേണ്ടത് അത്രയും ലെങ്ത്തിൽ ലൈൻ അപ്ലൈ ചെയ്യുക. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഡ്രോപ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡ്രോപ്സ് ആണ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ ഡ്രോപ്സ് എങ്ങനെ ചെയ്യുന്നത്, ഡോട്ട് ഇട്ടിട്ട് വലിച്ചു കൊടുക്കുക. ആ ഡോട്ട് ഇതാ ഇവിടെ ഇട്ട് കൊടുക്കുക. ദെൻ ഇതുപോലെ ഇങ്ങോട്ടേക്ക് ചെരിച്ച് വലിച്ചു കൊടുക്കുക. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഡോട്ട് ഇടുക, ദെൻ വലിച്ചു കൊടുക്കുക. ഇങ്ങനെ കണ്ടോ, ഡോട്ട് ഇടുക, വലിച്ചു കൊടുക്കുക, ഡോട്ട് ഇടുക, വലിച്ചു കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ചെയ്തു പോരാ. എൻഡ് വരെ ചെരിച്ചാണ് കേട്ടോ വലിച്ചു കൊടുക്കുന്നത്. ഡോട്ട് ഇട്ടിങ്ങനെ വലിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ താഴത്തെ ഭാഗത്തും ഡോട്ട് ഇട്ട് കൊടുക്കുക, വലിച്ചു കൊടുക്കുക, ചെരിച്ച് ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പൊ നമ്മൾ ഇടുന്ന ഡോട്ട്സ് ഒക്കെ ഏകദേശം ഒരേ സൈസിൽ തന്നെ ആക്കി കൊടുക്കുക. ഈ എൻഡ് വരെ അങ്ങനെ ചെയ്തു. ഇനി സെന്ററിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴും അതേപോലെ തന്നെയാണ്. നമ്മൾ ഒരിക്കലും കുത്തനെ ചെയ്ത് കൊടുക്കരുത്. അപ്പോൾ ഇതിൽ ഇവിടെ ഡോട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെ നേരെ താഴേക്ക് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ സെയിം മുകളിലത്തെ പോലെ തന്നെ ഇത് കാണാനും ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ കുത്തനെ ചെയ്തു കൊടുക്കുമ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഭംഗി കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ് മെത്തേഡ് കേട്ടോ. അത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കാം. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വണ് ഞാൻ ഒരു ലൈന് ചെയ്യുന്നുണ്ട്. ദെൻ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു ലൈന് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ലൈന് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരു ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇതുപോലെ ഇവിടുന്ന് ഇങ്ങനെ കേവ് പോലെ കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക്, ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് സെന്ററിലേക്ക് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഇത് ഞാൻ പുറത്ത് കാണിച്ചു തരാം ഷേപ്പ് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ഈ ഷേപ്പ് തന്നെ ചെയ്തു കൊടുക്കുകയാണ്. പുറത്ത് കാണിക്കാം എങ്ങനെ ചെയ്യുന്നെന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ, ഒരേ ഡിസ്റ്റൻസിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ആ ലൈനിന്റെ മുകളിൽ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ,
ഇങ്ങനെ ഈ കേർവ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പൊ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, താഴെയും ചെയ്ത് കൊടുക്കുക. അതിന് നേരെ നേരെ വരുന്ന രീതിക്ക് ഇവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ നേരെ നേരെ വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കാം. നേരെ നേരെ വരുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്ത് കൊടുക്കാം. സെയിം തന്നെയാണ് കേട്ടോ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ പുറത്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങോട്ട്, ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഓരോന്നിൻ്റെ നേരെ നേരെ ആയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് എന്താ പറയുക, ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ എൻഡ് വേണമെങ്കിൽ തിക്ക് ചെയ്ത് കൊടുക്കുക. തിക്ക് ചെയ്യുമ്പോൾ തിക്ക് ലൈൻ ചെയ്യുന്ന മെത്തേഡിൽ തന്നെ ലൈന് കൊടുത്തിട്ട് തിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇതുപോലെ ലൈന് കൊടുത്തിട്ട് ഇതിങ്ങനെ ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. അതേപോലെ മുകളിലത്തെ ഭാഗവും നമ്മളിവിടെ ലൈന് കൊടുക്കുക. ദെൻ ഫില്ലിങ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്നാമത്തെ വെയിൻസ് വരുന്നത്. അപ്പൊ ഈ 3 വെയിൻസും നമ്മൾ ചെയ്തു. ഇതൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് മാത്രമായിട്ടല്ല, വളച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യാണ്. അപ്പോൾ ഒരു കേവ് വരച്ചു. ഇതാ ഇപ്പൊ ഇങ്ങനെ ഒരു കേവാണ് വരച്ചിട്ടുള്ളത്. ഈ കേവിന്റെ മുകളിൽ നമ്മൾ സെയിം സംഭവം ചെയ്യാം. നമ്മളെപ്പോഴും ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല. അപ്പൊ ഇതാ ഇതുപോലെ കണ്ടോ, സ്ലാൻഡിങ് ലൈൻ ഡോട്ട് വലിക്കുക, സ്ലാൻഡിങ് ലൈൻ ഡോട്ട് വലിക്കുക, സ്ലാൻഡിങ് ലൈൻ ഡോട്ട് വലിക്കുക, ഇങ്ങനെ ചെയ്തു കൊടുക്കുക. ഇങ്ങനെ കേവ് ആക്കി ചെയ്യുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്റ്റാർട്ടിങ്ങിൽ വലുതാക്കിയിട്ട് മുകളിലേക്ക് ചെറുതാക്കി കൊണ്ടുവരണമെങ്കിൽ പ്രഷറിങ് കുറച്ച് കൊടുത്താൽ മതി. ഡോട്ടിന്റെ പ്രഷറിങ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായി വരും കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ ചെയ്യുന്നുണ്ട്. സെന്ററിൽ നമുക്ക് ഒരെണ്ണം കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് മാത്രമല്ല, വളച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇതേപോലെ മാത്രമല്ല കേവ് ആക്കുന്നത്, ഇങ്ങനെ ചുരുട്ടി വരുന്ന രീതിക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടിട്ട് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ ലീഫ് ചെയ്യണമെന്ന് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോപ്പും ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഡ്രോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്നു മാത്രം. ഇതും അതേപോലെ ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഡോട്ട് ഇടുന്നത് ചെറുതാക്കി കൊടുത്താൽ മതി. അപ്പൊ ചെറുതായി നമുക്ക് കിട്ടും. അതേപോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തു കൊടുക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ചെറുതാക്കി പ്രഷറിങ് കുറച്ച് കൊടുക്കാണ്. ഞാൻ സെന്ററിൽ വേണമെങ്കിൽ ഒരെണ്ണം വലുതാക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മാത്രമല്ല, ഇങ്ങനെ വേണമെങ്കിലും കേവ് ആക്കിയിട്ട് നമുക്ക് ഈ ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം. സെയിം ഇത് വേണമെങ്കിലും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, നമ്മളിപ്പോൾ ഡിസൈനിന്റെ അകത്ത് കേവ് ആക്കിയിട്ടാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കേവ് ആക്കി വരയ്ക്കുക.
അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ തൊട്ടടുത്തൂടെ ഒരു കേവും കൂടെ കൊടുക്കും സെയിം രീതിയിൽ. ഇതിന്റെ അകത്ത് നമുക്ക് സെയിം സംഭവം ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കയ്യിൽ ചെയ്യുമ്പം നമ്മളിപ്പോ സ്ട്രെയിറ്റ് ആയി പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമല്ല, പല രീതിക്കും നമ്മൾ ചെയ്തു കൊടുക്കും. ഇനി ഓപ്പോസിറ്റ് സൈഡിലും അതേപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓരോന്നിനും നേരെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ വെയിൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ നോർമലി സൈഡ്സ് തിക്ക് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ വെയിൻസിന്റെ ഇത്രയും പോർഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഒരുപാട് പോർഷൻസ് ഉണ്ട്. 1 മന്ത് കോഴ്സിലാണെങ്കിലും ഡിപ്ലോമ മെഹന്തിയിലാണെങ്കിലും ഒരുപാട് പോർഷൻസ് നമുക്ക് വെയിൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രമാണ് കാട്ടിയിട്ടുള്ളത്. ഓക്കെ.